പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. സ്കൂളിൽ ചപ്പുചവർ ഇടരുത്. ഇന്ന് സ്കൂളിൽ ഉച്ചവരെ ഉണ്ടാവുകയുള്ളൂ. അതും ട്രിപ്പിനെ കുറിച്ചുള്ള മീറ്റിംഗ് ആയിരിക്കും. ഇനി എല്ലാവരും ക്ലാസ്സിൽ പോയി നിശബ്ദരായി ഇരിക്കുക. സാർ റേഡിയോയിലൂടെ പറയുന്നതായിരിക്കും നല്ലത്. 1. ടീച്ചേഴ്സിന്റെ കൂടെ നടക്കണം. 2. പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കണം. 3. സ്കൂളിൽ നേരത്തെ എത്തണം. 4. ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തുവെക്കണം. 5. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊണ്ടുവരരുത്. വേണമെങ്കിൽ ആവശ്യമുള്ളത് സർ കൊണ്ടുവരും. ഇപ്പോൾ സ്കൂൾ വിടേണ്ടതായിരിക്കും. എല്ലാവരും നിശബ്ദരായിരിക്കുക. വീണ വന്നു ജനഗണ ചൊല്ലുക. കൂടെ ബോൺസോയും വരണം. നമുക്ക് രണ്ടുപേർക്കും ജനഗണ ചൊല്ലാം. എനിക്ക് കട്ട്ലേറ്റ്. എനിക്ക് ചിക്കൻ റോള്. എനിക്ക് ചിക്കൻ പക്കോട. ഇനി കൂൾ ഡ്രിങ്ക്സ് എന്താ? എനിക്ക് പെപ്സി. എനിക്കും പെപ്സി മതി. എന്നാ എനിക്കും പെപ്സി മതി. കൂൾ ഡ്രിങ്ക്സ് ആയിട്ട് എനിക്കും പെപ്സി മതി. എന്താ മക്കളെ വേണ്ടത്? എനിക്ക് ചിക്കൻ പക്കോടയും പെപ്സിയും. എനിക്ക് മുട്ട പപ്സും പെപ്സിയും. എനിക്ക് ചിക്കൻ റോളും പെപ്സിയും. എനിക്ക് കട്ട്ലേറ്റും പെപ്സിയും. 4 പെപ്സിയും 1 ചിക്കൻ പക്കോടയും 1 മുട്ട പപ്സും 1 കട്ട്ലേറ്റും 1 ചിക്കൻ റോളും. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. വിനയ് തമ്പുരാൻ ഈ വഴിക്ക് പോയിക്കോ, ഞങ്ങൾ രണ്ടുപേരും ഈ വഴിക്ക് പോയിക്കോ. ശരി, ഞങ്ങൾ പോയി പാക്ക് ചെയ്യട്ടെ. പാക്കൊക്കെ ഞങ്ങൾ ആദ്യം ചെയ്തു. ഹായ് തമ്പുരു, വീണ. ഹായ് ബോഞ്ചോ, ടോണി. ഹായ്. അല്ല, ടീച്ചേഴ്സിനെ കാണാനില്ലല്ലോ. അവരെ ഒന്നും കാണാനില്ല. എവിടെ? ഇനി ബസ് പോയോ? നീ പോടാ, 5:45 6 മണിക്കാണ് ബസ് എടുക്കുക. അയ്യോ, ഞാനത് മറന്നു. ഇനി അവർ വരുന്നുണ്ടാകും. മക്കളെ, ബസ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങോട്ട് നടന്നോളൂ. വേഗം നടക്കൂ. അതൊക്കെ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ബീച്ചിലേക്ക് പോകും, പിന്നെ DJ, പിന്നെയാണ് സ്നോയിലേക്ക്. അതിനിടയിൽ ഭക്ഷണം കഴിക്കാൻ കഫേയിലേക്കും പോകുന്നുണ്ട്. കുട്ടികളെ, ആരും ദൂരോട്ടൊന്നും പോകരുതേ. സാർ ഇവിടെ മടുത്തു. അതെ സാർ, ബോറടിക്കുന്നു. എന്നാൽ നമുക്ക് DJയിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ വേഗം നടക്ക്. ഞാൻ അവിടെയല്ലേ ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സർപ്രൈസ് ഉണ്ട്, ഞാൻ പറയട്ടെ? പറയാം.
നമുക്ക് മാത്രമായിട്ടാണ് DJ റൂം. ഇതാണ് കാര്യം. പിന്നെ ഫുഡും ഉണ്ട്. ഓ എടമോനെ ഓ സെറ്റ് ഇനി നമുക്ക് സ്നോയിലേക്ക് പോകാം. ഇനി നമുക്ക് കഫേയിലേക്ക് കയറാം. എല്ലാവർക്കും കയറാനുള്ള സ്ഥലം ഉണ്ടാവുകയില്ല. ആദ്യം നിങ്ങൾ 4 പേരും കയറി, എന്നിട്ട് ഞങ്ങൾ കയറാം. എന്താ വേണ്ടത്? ഞങ്ങൾക്ക് എല്ലാവർക്കും കുഴിമന്തിയും എന്തെങ്കിലും ഒരു കൂൾ ഡ്രിങ്ക്സും മതി. എനിക്ക് കൊക്കോകോള മതി. എനിക്ക് പെപ്സി മതി. എനിക്ക് എന്തെങ്കിലും കൂൾ ഡ്രിങ്ക് മതി അങ്കിൾ. ഓ ശരി മോനെ. ഓ കഴിഞ്ഞോ? എന്നാൽ ഞങ്ങൾ കയറട്ടെ. എന്നാൽ സാർ, നമ്മൾ വരുന്നവരെ ഇവരെ എന്ത് ചെയ്യും? ഓ അത് ശരിയാണല്ലോ. സാർ പ്ലീസ് സാർ. അതെ സാർ, കുറച്ച് നേരം. ഓ എല്ലാം വെൽ പ്ലാനഡ് അല്ലേ? എങ്കിൽ സാർ അവരെ അവിടെ ആക്കിയിട്ട് വാ. ഞാനും ടീച്ചറും ഇവിടെ നിൽക്കാം. എങ്കിൽ സാർ ഞാൻ അവരെ ആക്കിയിട്ട് വരാം. എങ്കിൽ നടക്കും, ഞാൻ നിങ്ങളെ ആക്കി തരാം. സാർ വരുന്നവരെ ഇവിടെ നിൽക്കണമല്ലേ? ഓ അയ്യോ ടീച്ചർ, ദൂരെയൊന്നല്ല, ഈ റോഡിന്റെ അപ്പുറത്താ. ഓഹോ, എങ്കിൽ സാർ ഇപ്പോൾ വരുന്നുണ്ടാവല്ലേ? അതെ, അതാ സാർ വരുന്നു. സാർ വേഗം വാ. ഇതാ വരുന്നു ടീച്ചർ. എങ്കിൽ വേഗം കയറാം ടീച്ചർ. വേഗം കയറാം. സാർ, എന്താ വേണ്ടത്? അല്ല, നിങ്ങളിപ്പോ വന്ന 4 പിള്ളേരുടെ കൂടെ വന്നതാണോ? ടൂറായിട്ട് ഇവിടേക്ക് വന്നതാണോ? കണ്ടപ്പോ തോന്നിയതാ. ശരിയാ, സ്ഥലമുണ്ടാവില്ല എന്ന് കരുതി അവർ ആദ്യം വന്ന് പിന്നെ ഞങ്ങൾ വന്നതാ. ഓക്കെ സാർ. എന്താ വേണ്ടത്? 3 ചിക്കൻ ബിരിയാണി എടുക്കാമല്ലോ ടീച്ചർ? എനിക്ക് ചിക്കൻ ബിരിയാണി മതി. എനിക്ക് ബീഫ് മതി. ഓക്കെ. കൂൾ ഡ്രിങ്ക്സ് ആയിട്ട് എന്താ വേണ്ടത്? അതൊരു 1/2 ലിറ്ററിൻ്റെ പെപ്സി എടുത്തു. പിന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനൊരു 5 ലിറ്ററിൻ്റെ പെപ്സിയും എടുത്തു. അതൊക്കെ റെഡിയാണ് സാർ. 2 ചിക്കൻ ബിരിയാണിയും 1/2 ലിറ്ററിൻ്റെ പെപ്സിയും പിന്നെ 5 ലിറ്ററിൻ്റെ പെപ്സിയും. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞോ സാർ? കഴിഞ്ഞു. ഇനി നമുക്ക് ഡിജയിലേക്ക് പോകാം. നല്ല തണുപ്പ്. സാർ, ഇനി നമുക്ക് വീട്ടിലേക്ക് പോവുകയല്ലേ? അതെ, നടക്കൂ. എന്തായാലും നാളെ സ്കൂൾ ഉണ്ടാവുകയില്ല. പുലർച്ചെ 4 മണി ആവുന്നതിൻ്റെ മുമ്പേ വീട്ടിലെത്തണം. വേഗം നടക്കൂ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ സമയമാകും. പിന്നെ വീട്ടിലെത്തുമ്പോൾ 4 മണിയാകും. വേഗം നടക്കൂ. സാർ, ഞാൻ വീട്ടിൽ നിന്ന് 4 മണി ആകുമ്പോൾ എത്തും പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേഗം പോകാം. ഓ അടിപൊളി ട്രിപ്പ്.